ഗുഡ് ആഫ്റ്റർനൂൺ. പ്ലസ് 1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമായ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പാഠഭാഗത്തിന്റെ മലയാള വിവർത്തനമാണ് ചെയ്യുന്നത്. 1ാം ഭാഗം അല്പം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പോൾ വിവർത്തനം ചെയ്യുന്നത്. അല്പം വിശദീകരണവും അതോടൊപ്പം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. The direct and indirect impact of disasters, either natural or industrial, are always damage, destruction and death. വ്യാവസായികമോ അല്ലെങ്കിൽ പ്രകൃതിപരമോ ആയ ദുരന്തങ്ങൾ ഏതു തന്നെയായിരുന്നാലും അതിന്റെ നേരിട്ടോ അല്ലാതെയുള്ള പരിണിത ഫലം നാശനഷ്ടങ്ങളും അതേപോലെ മരണവുമാണ്. When disaster strikes, the lifeline support system, namely communication, power supply, water supply, drainage, etc. are damaged. ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഈ ലൈഫ് ലൈൻ സപ്പോർട്ടിംഗ് സിസ്റ്റംസ് ആയ വാർത്താവിനിമയം, അതേപോലെ വൈദ്യുതി, ജലവിതരണം, വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം, ഇവയൊക്കെ തകരാറിലാവുകയാണ് ചെയ്യുന്നത്. മോറോവർ, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ഓൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ്. അതോടൊപ്പം തന്നെ ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ, ആശുപത്രികൾ, ഇവയ്ക്കും ധാരാളമായി സമ്മർദ്ദം കൂടുന്നു. കമേഴ്സ്യൽ ആൻഡ് എക്കോണമിക് ആക്ടിവിറ്റീസ് ആർ ഓൾസോ ബാഡ്ലി ഇഫക്റ്റഡ്. വ്യാപാര സാമ്പത്തിക പ്രവർത്തനങ്ങളും വളരെ മോശമായ രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ ബാധിക്കുന്നു ദുരന്തങ്ങൾ. ലൈഫ് ഓൾമോസ്റ്റ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ജീവിതം തന്നെ ഒരു നിലച്ച രൂപത്തിലാവുന്നു. The psychological traumas caused by the disasters are sometimes so severe that they span the whole life of the victim. Therefore, along with other rehabilitation works, psychological rehabilitation should also be given due importance. ഇതിനേക്കാളൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് മനഃശാസ്ത്രപരമായ പരിക്കുകൾ. മാനസികമായി ദുരന്തത്തിനിരയാവുന്നവർക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ ഇതിലും വലിയ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വളരെ വലിയ പ്രാധാന്യം സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷന്, അതായത് മനഃശാസ്ത്രപരമായ സപ്പോർട്ട്, മാനസികമായ സപ്പോർട്ട് ദുരന്തത്തിനിരയായവർക്ക് കൊടുക്കുന്നതിൽ വളരെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. The impact is almost the same even in the case of man-made disasters like riots. ഈ ദുരന്തത്തിന്റെ ആഘാതം മനുഷ്യ നിർമ്മിതമായ അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കുന്ന ദുരന്തങ്ങളും സമമാണ്. അതായത് റയട്ട് പോലെയുള്ള, ലഹള, കലാപം പോലെയുള്ള ദുരന്തങ്ങളായാലും ആഘാതം ഏതാണ്ട് ഒന്നു തന്നെയാണ്. The most affected are the poor sections of the society who have to work daily to earn their livelihood. ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സമൂഹത്തിലെ അന്നന്നത്തെ ആവശ്യത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടി വരുന്ന പാവങ്ങൾക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. In some natural disasters like cyclones, tsunami and earthquakes, it is the building structure which becomes the cause of destruction and death. അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ആയ ഈ സൈക്ലോൺസ്, സുനാമി, എർത്ത് തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ ഈ ബിൽഡിംഗ് സ്ട്രക്ചറാണ്, ബിൽഡിങ്ങുകളാണ് അവയുടെ തകർച്ചയാണ് ഈ മരണവും അതേപോലെ തന്നെ നാശനഷ്ടങ്ങളും വളരെ കൂടുതലാകാൻ കാരണമാകുന്നത്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺലി 30% ഓഫ് ദ ബിൽഡിംഗ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ് laid down for ensuring safety and security. ഈ വികസ്വര രാജ്യങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബിൽഡിങ്ങുകളിൽ 30% ബിൽഡിങ്ങുകൾ മാത്രമേ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച്, ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയുള്ളൂ. Similarly, the lack of a master plan and the inferior quality of materials used for construction also aggravate the casualties arising out of disasters. അതേപോലെ തന്നെ
ഒരു മാസ്റ്റർ പ്ലാനിന്റെ അഭാവം, അതേപോലെ ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്, ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ഗുണനിലവാരക്കുറവ്, ഇതൊക്കെ തന്നെ കൺസ്ട്രക്ഷൻ ഓൾസോ എഗ്രവേറ്റ് ദ കാഷ്വാലിറ്റീസ്, ഈ ദുരന്തങ്ങളുടെ ആഘാതം കൂട്ടുന്നതിന് കാരണമാകുന്നു, അപകടങ്ങളുടെ തോത് കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. Therefore, both private and public buildings should be constructed according to the guidelines prescribed by law. അതുകൊണ്ട് പ്രൈവറ്റ് ബിൽഡിംഗ് ആയാലും അല്ലെങ്കിൽ ഗവൺമെന്റ് ബിൽഡിങ്ങുകളായാലും അവയൊക്കെ തന്നെ നിയമം അനുശാസിക്കുന്ന നിബന്ധനകൾ പാലിച്ചു വേണം നിർമ്മിക്കപ്പെടേണ്ടത്. Moreover, construction should strictly adhere to the master plan approved by the authorities. ഇത് മാത്രമല്ല, അതോറിറ്റീസ്, അധികാരികൾ നൽകുന്ന മാസ്റ്റർ പ്ലാനിന് യോജിച്ചുള്ള തരത്തിൽ, അതിനോട് അഡ്ഹർ ചെയ്യുന്ന തരത്തിലുള്ള, അതിനോട് യോജിച്ച തരത്തിലുള്ള നിർമ്മിതികളാവണം ഉണ്ടാവേണ്ടത്. Above all, good quality materials should be used for construction. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻ നടത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. The UNDAC, along with the Government of India, has jointly prepared an action plan for cities and towns vulnerable to earthquakes. UNDAC എന്ന യുണൈറ്റഡ് നേഷൻസ് ഡിസാസ്റ്റർ അസസ്മെന്റ് ആൻഡ് കോർഡിനേഷൻ എന്ന സംഘടന, എന്ന സംവിധാനം ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു എർത്ത്ക്വേക്സിന് വൾണറബിൾ ആയിട്ടുള്ള, അതായത് ഭൂമി കുലുക്ക സാധ്യതയുള്ള സിറ്റീസിന് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. In vulnerable areas, the existing buildings should be technically assessed and individual owners and group housing authorities should be informed about the weakness in their construction. ഇത്തരത്തിലുള്ള നഗരങ്ങളിൽ നിലവിലുള്ള ബിൽഡിങ്ങുകളുടെ ടെക്നിക്കൽ ക്വാളിറ്റി പരിശോധിച്ചതിന് ശേഷം അതിന്റെ ഉടമസ്ഥരെ അതിനെക്കുറിച്ച് അറിയിക്കുകയും പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. വീക്ക്നെസ് ഇൻ ദർ കൺസ്ട്രക്ഷനിലുള്ള വീക്ക്നെസ്സിനെ കുറിച്ച് അവരെ അറിയിക്കുക എന്നുള്ളത് ഇവർ ചെയ്യുന്ന UNDAC ഇന്ത്യ ഗവൺമെന്റുമായി ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണ്. Presently, it is estimated that around 1 million buildings are constructed every year in India. നിലവിൽ ഏതാണ്ട് ഒരു വർഷത്തിൽ 1 മില്യൺ 10 ലക്ഷം ബിൽഡിങ്ങുകൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നു. And an equal number of them gets damaged as a result of disasters. അത്രയും എണ്ണം ബിൽഡിങ്ങുകൾ ഓരോ വർഷവും തകരുകയും ചെയ്യുന്നു ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. In order to reduce the damage to buildings, a monitoring mechanism should be set up in disaster-prone areas. In order to reduce the damage to buildingsiനുള്ള ഡാമേജ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് a monitoring mechanism should be set up in disaster-prone areas, which must act in proper coordination with the concerned authorities to ensure the fulfillment of building codes. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളുടെ ഉണ്ടാകുന്ന ഡാമേജ് കുറക്കുന്നതിന് വേണ്ടിയിട്ട്, ബിൽഡിങ്സിനുണ്ടാകുന്ന ഡാമേജ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം, ഒരു പരിശോധനാ സംവിധാനം ഈ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസിൽ, ഡിസാസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുള്ള, ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ സംവിധാനിക്കുന്നത് ആവശ്യമാണ്. കൺസേൺഡ് അതോറിറ്റി ഷുഡ് എൻഷുർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ബിൽഡിംഗ് കോഡ്സ്. ബിൽഡിംഗ് കോഡ്സ് അനുസരിച്ച് മാത്രമേ, അതിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാവേണ്ടതുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പ്ലേ എ മേജർ റോൾ വൈൽ ദ സെൻട്രൽ ഗവൺമെന്റ് ഓൺലി പ്ലേസ് എ ഫെസിലിറ്റേറ്റിംഗ് റോൾ. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ദുരന്തങ്ങളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റാണ് ഏറ്റവും പ്രധാനമായ പങ്കുവഹിക്കുന്നത്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന് അതിന്റെ ഒരു സബ്സിഡറി റോള്, ഒരു ഫെസിലിറ്റേറ്റിംഗ് റോൾ മാത്രമേ
അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്ന, സഹായം ചെയ്തു കൊടുക്കുന്ന റോൾ മാത്രമേ കേന്ദ്ര ഗവൺമെന്റിനുള്ളൂ ഇന്ത്യയിൽ. At the state level, there is a state level disaster management committee consisting of the senior secretaries of various departments and the representatives of NGOs. സ്റ്റേറ്റ് ലെവലിലുള്ള സംവിധാനത്തെക്കുറിച്ച് പറയുകയാണ്. ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള സംവിധാനം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കുണ്ട്. അതിൽ കൺസിസ്റ്റിംഗ് ഓഫ് സീനിയർ സെക്രട്ടറീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് NGOs. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സീനിയർ സെക്രട്ടറിമാരും അതേപോലെ തന്നെ NGOസിന്റെ പ്രതിനിധികളുമാണ് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ. At the national level, there is a crisis management committee. നാഷണൽ ലെവലിലാണെങ്കിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി അവർക്കുണ്ട്, ഹെഡഡ് ബൈ ദ ക്യാബിനറ്റ് സെക്രട്ടറി ആൻഡ് ദ സെക്രട്ടറീസ് ഫ്രം മേജർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. അതിന്റെ തലവൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സെക്രട്ടറിമാരാണ്. The central government, with the proper coordination with various ministries, provides necessary support to the state. സെൻട്രൽ ഗവൺമെന്റ് മറ്റ് വകുപ്പുകളുമായി ചേർന്ന് അതുമായി കോർഡിനേറ്റ് ചെയ്ത് സ്റ്റേറ്റുകൾക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുകയാണ് ചെയ്യുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ഡിഫൻസ് സർവീസസ് ലൈക്ക്, അത് എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ഡിഫൻസ് സർവീസസ് ലൈക്ക് എയർ ഡ്രോപ്പിംഗ്, ആകാശത്ത് നിന്ന് ഹെലികോപ്റ്റർ മുഖേന അല്ലെങ്കിൽ പിന്നെ എന്താണ് അങ്ങനെയൊക്കെ എയർ ഡ്രോപ്പിംഗ്, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക, ഇട്ടുകൊടുക്കുക. റെസ്ക്യൂയിങ്, രക്ഷപ്പെടുത്തലുകൾ. അതേപോലെ സെർച്ചിങ്, മിസ്സിംഗ് ആയ ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം. ട്രാൻസ്പോർട്ട് ഓഫ് റിലീഫ് ഗുഡ്സ്, അതായത് പിന്നെ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റ് വസ്ത്രങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് ആവശ്യമായ സ്ഥലത്തെത്തിക്കുക. ആൻഡ് അവൈലബിലിറ്റി ഓഫ് റെയിൽ ആൻഡ് ഫെറി സർവീസസ്, റെയിൽ, കടത്ത് തുടങ്ങിയ സർവീസസ് ഉറപ്പുവരുത്തുക. ഹെൽത്ത് പേഴ്സണൽ ആൻഡ് മെഡിക്കൽ സപ്പോർട്ട്, ഇതൊക്കെ ഹെൽത്ത് പേഴ്സണൽ, ആരോഗ്യ രക്ഷ അതുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ മെഡിക്കൽ സപ്പോർട്ട്, ഇതൊക്കെ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള റോളാണ് സെൻട്രൽ ഗവൺമെന്റിനുള്ളത്. ലാസ്റ്റ് പാരഗ്രാഫാണ് ഇനി. റീഹാബിലിറ്റേഷൻ ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് പുനരധിവാസ പ്രവർത്തനം എന്ന് പറയുന്നത്. സിൻസ് ഡിസാസ്റ്റേഴ്സ് ആർ നോട്ട് നോൺ റൂട്ടീൻ ഇവന്റ്സ്, they require non-routine responses for effective management and rehabilitation. ഡിസാസ്റ്റർ ഒരു നോൺ റൂട്ടീൻ ഇവന്റ്സ് ആയതുകൊണ്ട്, എന്നും സംഭവിക്കുന്നതല്ലാത്തതുകൊണ്ട് എന്നത്തെയും പോലെയുള്ള ഒരു പ്രതികരണ സംവിധാനമല്ല നമുക്ക് ആവശ്യം. This means that government cannot rely upon normal procedures to implement appropriate responses. അതായത് സാധാരണഗതിയിലുള്ള സംവിധാനങ്ങളെ ഗവൺമെന്റിന് ആശ്രയിക്കാൻ പറ്റില്ല എന്നാണ് ഇതിനർത്ഥം. There should be proper coordination among the various departments of the government to bring speedy relief to the victims. There should be proper coordination among the various departments. വ്യത്യസ്ത വകുപ്പുകൾ തമ്മിലുള്ള നല്ല ശരിയായ രീതിയിലുള്ള കോർഡിനേഷൻ ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ അത്യാവശ്യമാണ്. സ്പീഡി റിലീഫ് ടു ദ വിക്ടിംസ്, ഇരകൾക്ക് പെട്ടെന്ന് തന്നെ സഹായം എത്തിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അത്യാവശ്യമാണ്. മോറോവർ, ദ റെസ്ക്യൂ ടീംസ് റിക്വയർ ദ ലേണിംഗ് ഓഫ് സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡിസാസ്റ്റേഴ്സ്. കൂടാതെ അതിനോടൊപ്പം തന്നെ റെസ്ക്യൂ ടീംസിന്, അതായത് രക്ഷാപ്രവർത്തകർക്ക് എന്താണ് സ്പെഷ്യൽ സ്കിൽസ്, പ്രത്യേക കഴിവുകളും പ്രത്യേക മനോഭാവവും ഒക്കെയുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളായിരിക്കണം രക്ഷാപ്രവർത്തനങ്ങളിൽ പിന്നെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. Additionally, they need to be well equipped with the latest technologies. അത് മാത്രമല്ല, ലേറ്റസ്റ്റ് ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജീസ് അവർ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹാസ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ റീസെന്റ് ടൈംസ്. ഈയിടെയായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വളരെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്. The whole purpose of disaster management is not to prevent these natural or man-made disasters. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രധാന ഉദ്ദേശം, അതിന്റെ പേർപ്പസ് ഡിസാസ്റ്റർ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. വി മേ നോട്ട് ബി ഏബിൾ ടു അവോയ്ഡ് മെനി ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ്. കാരണം പല ദുരന്തങ്ങളും നമ്മൾ വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി മിറ്റിഗേറ്റ് ദ ഇമ്പാക്ട്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ഇതിന്റെ ഇമ്പാക്ട്, ഇതിന്റെ
പിന്നെ ആഘാതം കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ദുരന്ത നിവാരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്ന് പറഞ്ഞ ഭാഗത്തിന്റെ ഒരു സമ്മറി ഒരു 5-6 സെന്റൻസിലായിട്ട് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ആദ്യ ഭാഗത്തിന്റെ സമ്മറി ഒരു 10 സെന്റൻസിലായി പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു 5-6 സെന്റൻസുകളിലായിട്ട് ചുരുക്കി പറയുകയാണ്. Damage, destruction and death are the direct and indirect impact of disasters. ഡിസാസ്റ്റേഴ്സിന്റെ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള റിസൾട്ടാണ്, ഫലമാണ് ഡാമേജും ഡിസ്ട്രക്ഷനും ഡെത്തും, മരണവും അതേപോലെ തന്നെ എന്താണ് ഈ പരിക്കുകളും അതേപോലെ തന്നെ നാശനഷ്ടങ്ങളും. The psychological trauma caused by the disasters is sometimes more severe. ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആഘാതത്തിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ളത് ഒരുപക്ഷെ മാനസികമായിട്ടുള്ള പരിക്കുകളാണ്. സോ along with other rehabilitation work, psychological rehabilitation also should be given importance. അതുകൊണ്ട് തന്നെ ഇതിന് സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷന് മനഃശാസ്ത്രപരമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വളരെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. There should be proper coordination among departments while managing disasters. ഡിസാസ്റ്റർ കൈകാര്യം ചെയ്യുമ്പോൾ, ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിവിധ വകുപ്പുകൾ തമ്മിൽ നല്ല കോർഡിനേഷൻ ആവശ്യമാണ്. The rescue teams should have additional skills and they should be equipped with latest technologies. അതേപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് നല്ല കഴിവുകൾ, വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുള്ള ആളുകളായിരിക്കണം. അവരതുപോലെ തന്നെ നല്ല ലേറ്റസ്റ്റ് ടെക്നോളജി അവർ ഉപയോഗപ്പെടുത്തുകയും വേണം. If these things are done, the impact of the disasters can be reduced and many lives can be saved. ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ദുരന്തങ്ങളുടെ ആഘാതം കുറക്കാനും ധാരാളം ജീവൻ രക്ഷിക്കാനും കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം അഡീഷണലായി പറഞ്ഞുകൊള്ളട്ടെ. ഇത് ഒരു ക്ലാസ്സിന് പകരം നിൽക്കുന്ന, ഇംഗ്ലീഷ് ക്ലാസ്സിന് പകരം നിൽക്കുന്ന ഒരു ക്ലാസ് അല്ല. ഇതൊരു ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ സംപ്രേഷണം ചെയ്യുന്നത്. ഇത്തരം വീഡിയോകൾ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇത്തരം വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.